ഇൻഷാ അല്ലാഹ് കുറച്ച് നമ്മുടെ ജീവിതത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്ത് ഏലമുണ്ടല്ലോ അല്ലെ, ഏലമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. നമ്മുടെ സൃഷ്ടാവ് ഞാൻ ഓതി വെച്ച ആയത്ത് ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ആൽ ഇംറാൻ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു ഉദ്ദേശിച്ച പോലെ അല്ലാഹു നമ്മെ കോലപ്പെടുത്തിയതാണ്. എന്തൊരു നല്ല കോലമാണ് നമ്മുടെ കോലം. ഒന്നും മോശമായിട്ടില്ല. നമ്മുടെ കാതും കണ്ണും മൂക്കും വായും കൈകാലുകളൊക്കെ ഒന്നും അല്ലാഹു തആല മോശമാക്കിയിട്ടില്ല. എല്ലാം നല്ല രൂപത്തിൽ അല്ലാഹു തആല പടച്ചു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതെല്ലാത്തിനെയും നാളെ അല്ലാഹു കണ്ണ് വേറെ കാത് വേറെ കൈ വേറെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നമുക്കിതെല്ലാം തന്നത് ഖാലിഖായ അല്ലാഹു തആലയാണ്. നമുക്കെല്ലാം തന്ന റബ്ബ് അവൻ ചോദിക്കുന്നുണ്ട്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? നമുക്ക് എത്ര അനുഗ്രഹമാണ് അല്ലാഹു തആല കോരിവാരി തന്നിട്ടുള്ളത്. ദിവസത്തിൽ ഒരുപാട് തവണ ശ്വാസം വലിച്ചിറക്കുന്നുണ്ട്. 10,000, 20,000, 25,000 തവണയൊക്കെ ശ്വാസം വലിച്ചിറക്കുന്നുണ്ട്. അതിന് ഉറക്കമെന്നില്ല, ഉണർവ് എന്നില്ല, എപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ട് മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം യാസീൻ സൂറത്തിൽ വഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇലൈഹി മർജിഉകും ജമീആ, നിങ്ങളെല്ലാവരുടെയും മടക്കിപ്പോക്ക് അല്ലാഹുവിലേക്കാണ്. റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ട നമ്മൾ അതിന് ഒരുക്കം നടത്തിയവരാകണം. ഒരു ചെറുപ്പക്കാരൻ കാബയുടെ മുറ്റത്ത് നിന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയാണ്. കൂടിയ നാട്ടുകാർ ചോദിക്കുകയാണ്, ആരാണവൻ? വലിയ തമ്മാടിയാണോ, ധിക്കാരിയാണോ, വ്യഭിചാരിയാണോ? ഇങ്ങനെയും കരയാനവൻ ചെയ്ത തെറ്റെന്തായിരിക്കും? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ചോദിക്കുകയാണ്, പടച്ചോനെ, എന്നെ നീ നരകത്തിലിട്ട് ചുട്ടുകരിക്കുമോ അല്ലാ? ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഒരു ചെറുപ്പക്കാരൻ. ആളുകളെല്ലാവരും കൂടി ചെറുപ്പക്കാരനെ വന്ന് വിളിച്ചു ഉണർത്തി. വിളിച്ചു നോക്കുമ്പോൾ ആരാണ് ഈ ചെറുപ്പക്കാരൻ? തെമ്മാടിയല്ല, കുറ്റവാളിയല്ല. എല്ലാ പകൽ സമയങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കുകയും രാത്രി മുഴുവനും നിസ്കരിക്കുകയും ഒരു ദിവസത്തിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയാണ്. കഅബയുടെ മുറ്റത്തിൽ നിന്നിട്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത്, അതുഹ്രീകുനി ഫിന്നാരി യാ ആയത്തൽ മുനാ فأين رجائي ثم أين مخافتي. അല്ലാഹുവേ, എന്നെ നീ നരകത്തിലിട്ട് ശിക്ഷിച്ചു കളയുമോ? നിന്നിൽ ഞാൻ വിശ്വാസമർപ്പിച്ചിട്ടുണ്ട്, പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. നീ എന്നെ നരകത്തിലിട്ട് കരിച്ചാൽ നിന്നെ ഞാൻ നിന്നിലേൽപ്പിച്ചത്, നിന്നിൽ വിശ്വസിച്ചത്, നിന്റെ കരുണക്കാരുണ്യത്തിൽ പ്രതീക്ഷിച്ചത് എവിടെ പോകും? അല്ലാഹുവേ, എന്നെ നീ നരകത്തിലിട്ട് കരിക്കുമോ? ആരാണ്? ഫർളുകൾ കഴിഞ്ഞ് ദിവസത്തിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബയുടെ മുറ്റത്ത് ദിവസത്തിൽ 1000കണക്കിന് തെറ്റ് ചെയ്യുന്ന നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണുനീരൊഴുക്കാൻ. ലാ യലിജുന്നാറ അഹദും ബഖാ മിൻ ഖശിയത്തില്ലാഹ്.
അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ നരകത്തിൽ കടക്കുകയില്ല. അവർ നരകക്കാരല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം ദുആയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിന്, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം ദുആയാണ്. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ പരിഹാരമാണ്. രോഗത്തിനുള്ള പരിഹാരം അതാണ്, ടെൻഷനിലുള്ള പരിഹാരം അതാണ്, എല്ലാത്തിനുമുള്ള പരിഹാരം അതാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ട അമല് ദുആയാണ്. ദുആ ചെയ്ത ആളുകൾ മഹ്ശറയിൽ നിൽക്കുമ്പോ അല്ലാഹു വിളിച്ചു ചോദിക്കുന്നു, അല്ല അടിമകളെ, ഞാൻ നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തോ? ആ സമയത്ത് അവർ പറയുകയാണ്, അല്ലാ, നിങ്ങൾ ധാരാളം ദുആ ചെയ്തു, ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തന്നില്ല. അപ്പോഴാണ് അല്ലാഹു വിളിച്ചു പറയുന്നത്, അടിമകളെ, ആരുടെ ദുആക്കാണ് ഞാൻ ഉത്തരം തരാത്തത്? അവർ ഇങ്ങോട്ട് വാ, നിങ്ങളെല്ലാം ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടന്നോളി, നിങ്ങളുടെ ദുആക്ക് ഉത്തരം ഞാനിപ്പോൾ തരുന്നു എന്ന് പറയുമ്പോ ഔലിയാക്കൾ കരയുന്നു, സ്വാലിഹീങ്ങൾ കരയുന്നു, മുഅ്മിനീങ്ങൾ കരയുന്നു. അല്ലാ, എന്തിനാണ് അല്ലാ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തന്നത്? എന്തിനാണ് ഞങ്ങളുടെ ദുആ സ്വീകരിച്ചത്? ഞങ്ങളുടെ ദുആ സ്വീകരിക്കാതെ മഹ്ശറയിലേക്ക് ഞങ്ങളുടെ ദുആ നീ വെച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലം ഹിസാബിന് വേണ്ടി സമയം ചെലവഴിക്കാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമാകുമായിരുന്നല്ലോ. എന്തിന് ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ട് സ്വാലിഹീങ്ങൾ മഹ്ശറയിൽ കരയുമെന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കുക. കാരണം അല്ലാഹുവിന് ഇഷ്ടമുള്ള ചിലരുടെ ദുആകൾ അല്ലാഹു മഹ്ശറയിലേക്ക് നീട്ടിവെക്കുകയാണ്. സ്വലാത്തിന് പോയി, സിയാറത്തിന് പോയി, വെള്ളിയാഴ്ചകളിൽ ദുആ ചെയ്തു, ദുആക്ക് ഉത്തരം കിട്ടിയില്ല, നേർച്ച വെച്ചു, ഫലിച്ചില്ല. കരഞ്ഞു ദുആ ചെയ്തു, സങ്കടം വിട്ടുമാറിയില്ല, രോഗം വിട്ടുമാറിയില്ല. എന്നാൽ നമ്മളാരും അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് ദൂരത്തായവരല്ല. നമ്മളോട് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട്, നമുക്ക് പെട്ടെന്ന് സ്വർഗം തരാനുള്ളത് കൊണ്ട് നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യാതെ മാറ്റിവെക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഓരോ ദുആക്കും കൂലിയുണ്ട്. ഹജ്ജിന് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്തപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ ചൊല്ലിയവർ ഹജ്ജിന് ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ, ഉംറക്ക് ദുആ ചെയ്യുമ്പോ ദുആ ചെയ്തു, ആമീൻ പറഞ്ഞു, ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. മഹ്ശറയിൽ അവന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോ 10ഉം 15ഉം ഹജ്ജ്, 35ഉം 45ഉം ഉംറ. അല്ലാഹുവിനോട് അടിമകൾ ചോദിക്കുകയാണ്, പടച്ചോനെ, ഞാനൊരു ഹജ്ജും ചെയ്തിട്ടില്ല, ഞാൻ നിന്റെ കഅബ കണ്ടിട്ടില്ല, പിന്നെങ്ങനെ എന്റെ ലിസ്റ്റിൽ 15 ഹജ്ജ് 25 ഉംറ? അല്ലാഹു മറുപടി കൊടുക്കുകയാണ്, അല്ല മനുഷ്യ, ഖൽബ് നിറയെ നീ കഅബ കാണാൻ ദുആ ചെയ്തില്ലേ? ഹജ്ജിന് പോണെന്ന് ദുആ ചെയ്തപ്പോ നീ ആമീൻ പറഞ്ഞില്ലേ? നിന്റെ മനസ്സ് ഒരു കൊതി വന്നില്ലേ? ആ കൊതി പൂർത്തിയാവാത്തതിന് സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ പ്രതിഫലം ഞാൻ നിനക്ക് ഓഫർ തന്നിരിക്കുകയാണ്. കാരണം നീ നല്ല മനസ്സോടെ ആമീൻ ചൊല്ലി. അങ്ങനെ നിയത്താക്കുക. എങ്ങനെ? മരിക്കുന്നതിന് മുമ്പ് ഒരു പള്ളി എടുക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരു മദ്രസ എടുക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരു യതീം കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരു ഹാഫിളായ മകനെ ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും 10 യതീം മക്കൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി
ദിവസങ്ങളാകുന്നതിന് മുമ്പ്, സമ്പത്ത് കയ്യിലെത്തുന്നതിന് മുമ്പ് മരിച്ചാൽ പൂർണ്ണമായ പള്ളി കെട്ടിയ കൂലി. മദ്രസയാണോ നീയത്ത്, മദ്രസ കെട്ടിയ കൂലി. യത്തീം മക്കളെ കെട്ടിച്ചു കൊടുക്കലാണോ, യത്തീം മക്കളെ കെട്ടിച്ചു കൊടുത്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് വെറുതെ തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൈക്ക നല്ല ഉണ്ട്, കുറച്ച് കൂട്ടിക്ക് നല്ല ഉണ്ട്, സൗണ്ട് കുറവുണ്ട്. നമ്മൾ നീയത്താക്കുമ്പോ എങ്ങനെ വെറുതെ നീയത്താക്കി കൂലി കിട്ടുന്നല്ല, ഒന്ന് നീയത്താക്കിട്ട് വെക്കാം. പോയെങ്കിൽ നീയത്തല്ലേ, പൈസ എന്ത് പോകുന്നില്ലല്ല, ആ നീയത്തല്ല, അതല്ല നീയത്ത്. നീയത്താക്കുമ്പോ വേണമെന്ന് വിചാരിച്ചിട്ട് ചില ആൾ അങ്ങനെ ഉണ്ട്. ഏലം വിളിക്കുമ്പോ പറയും കൈവന്തിക്കും, കൊടുക്കല. അതുപോലെ വാഗ്ദത്തം ചെയ്യും, പള്ളി കെട്ടുമ്പോ സിമെന്റ് പറയും, അത് പറയും, ഇതുമെല്ലാം പറയും, കൊടുക്കല. അങ്ങോട്ട് ഹക്കാണത്, പറഞ്ഞത് ഹക്കാണ്, നേർച്ച വെച്ചത് ഹക്കാണ്. കൂടുതൽ സ്ത്രീകളാണ് നേർച്ച വെക്കുക, കുറെ നേർച്ച വെക്കും. രോഗം വന്നാൽ നേർച്ച വെക്കും, കൊടുക്കൂല നേർച്ച. പിന്നെ പാമ്പിന്റെ കിനാവ് കാണുന്നു, ഉസ്താദെ പാമ്പിന്റെ കിനാവ് കാണുന്നത് നേർച്ച വിട്ടു ബാക്കിയിട്ട് പാമ്പിന്റെ കിനാവ് കാണുന്നോണ്ട് സലാമത്തായി, ഇല്ലെങ്കിൽ അത് കൊടുക്കലോ. വലിയ വലിയ നേർച്ചയാണ് വെക്കൽ, പെണ്ണുങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ വലിയ നേർച്ച. മക്കത്തെ കൊണ്ടുപോയിട്ട് കിടാന് തവാഫാക്കാനെല്ലാം നേർച്ചയാക്കുന്നു. മക്കത്തേക്ക് പോയിട്ട് ഇവിടെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാൻ കയ്യിൽ വീഴ്ച. നീയത്തൊക്കെ നല്ല തന്നെയാണ്, നേർച്ച വെച്ചാൽ അത് പൂർത്തിയായി വിട്ടണം നമ്മള്. അതിന് തമാശയില്ല, കുസാലില്ല. ചില ആള് പറയുന്നു നേർച്ച വെച്ചിട്ടില്ല, പിന്നെ അത് കുസാലാക്കിയിരുന്നു. കുസാലില്ല, പഠിച്ചോ കുസാലിന് വന്നിട്ട് പിടിച്ചോണ്ട് വേണ്ട. ഒരാള് നേർച്ച വെച്ചാൽ ബൈ കണ്ടു കിട്ടിയെങ്കിൽ നേർച്ച കൊടുക്കാം. അങ്ങനെ ബയ്യെല്ലാം കിട്ടി, ബയ്യ കിട്ടിയിട്ടാകുമ്പോ തോന്നി ഇതിപ്പോ ബൈ നമ്മ നേർച്ച നമ്മളെ കൊണ്ടുപോയി എത്തിച്ചെന്തല്ലോ, മാലിക് ദിനാർദ്ധങ്ങൾക്ക് നേർച്ച വെച്ചിനോ. ഏതായാലും എന്താ ഇത് എത്തിയിട്ടാകുമ്പോ പറഞ്ഞത് ഞാൻ പോയിട്ട് എത്തിയല്ലേ, നേർച്ച കൊടുത്തില്ല എങ്കല്ലാവും. കുറച്ച് മുന്നോട്ടാകുമ്പോ ഏക്കൂറോട് തെറ്റി. അപ്പൊ പറഞ്ഞല്ല മാലിക് ദിനാർദ്ധങ്ങൾക്ക് കുർസാലെന്നില്ല, ഞാൻ കുർസാലിന് ചെല്ലെ കൊടുക്കമ്മ, ഒരു പണ്ടല്ലേ കൊടുക്ക മോശമില്ല, റോഡ് നേരെ കിട്ടിട്ട് തപ്പണ്ട പാതിരാക്ക്. നമ്മളെങ്ങനെയാണ് തമാശ, നേർച്ച തമാശയല്ല, ഇബാദത്താണ്, ആരാധനയാണ്. സുന്നത്തിനെ നോമ്പ് നേർച്ച വെച്ചാൽ, നേർച്ച ഖുർആൻ നേർച്ച വെച്ചാൽ, ഇബാദത്തുകൾ നേർച്ച വെച്ചാൽ, ഭക്ഷണം നേർച്ച വെച്ചാൽ നല്ല നേർച്ചകളാണ്. ഭക്ഷണം നേർച്ച വെക്കൽ, ഭക്ഷണം ദാനം ചെയ്യൽ ഈമാനിന്റെ ഭാഗമാണത്. അല്ലാഹു സ്വർഗത്തിലെ വലിയ വലിയ പദവി കിട്ടാനുള്ള കാരണമാണ് ഭക്ഷണം ദാനം ചെയ്യുക. ഫുഡ് ധാരാളം ദാനം ചെയ്യണം. അല്ലാഹു മറ്റൊരാളുടെ കൂടെ ഭക്ഷണം കഴിച്ചതിന് ചോദ്യം ചെയ്യൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി ഒന്ന് പാവപ്പെട്ടവർക്ക് കൊടുത്തയച്ചു, അയൽവാസികൾക്ക് കൊടുത്തയച്ചു. ആ ഉണ്ടാക്കിയ ഫുഡിന് അല്ലാഹുവിന്റെ ഹിസാബ് പറയണ്ട. നോമ്പ് തുറന്നതിന് അല്ലാഹുവിന്റെ ഹിസാബ് പറയണ്ട. അത്താഴം കഴിച്ചതിന് അല്ലാഹുവിന്റെ ഹിസാബ് പറയണ്ട. എത്ര ഒരു കണക്കിന്റെ പരിധിയിലുള്ള അല്ലേ. റജബുൽ ഷഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. നല്ലോണം തിന്നുമ്പോ ഉസ്താദ് പറഞ്ഞത്ര ബാലക്കാരനോട് എന്താ നീ ഇങ്ങനെ തിന്നെങ്കിൽ എന്താവും എന്നല്ല ചോദിക്കുമ്പോ അവൻ പറയുന്നു ഉസ്താദെ നിങ്ങൾക്ക് ഹദീസ് അറിയല്ലേ, റമളാനു ശഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ അടിച്ചു തിന്നേണ്ട മാസാണിത് റമളാൻ. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ നിങ്ങൾ കൺട്രോൾ ആക്കുന്ന എന്തിനാന്ന് പാലക്കാരന്റെ ചോദ്യം. നല്ലോണം തിന്നാനുള്ളതല്ല, അല്ലാഹുവിന്റെ സ്വഭാവമാണ് ഭക്ഷണം കുറക്കുക. അല്ലാഹ്ക്ക് ഭക്ഷണമില്ല, മലക്കുകൾക്ക് ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ പാവങ്ങളുടെ പട്ടിണിയുടെ വില അറിയാനും അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യനെടുക്കാനും വേണ്ടി ഭക്ഷണം കുറക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ഭക്ഷണം ഒരു പിടി 2 പിടിയാണ്. അത് മതിയാകുന്നില്ലെങ്കിൽ 3-1, അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ 3-1 ഭക്ഷണം. എന്നിന്റെ അണ്ടന്റെ 3-1 അല്ല, അല്ലെ, ടേബിളിൽ വെച്ചതിന്റെ 3-1 അല്ല,
നമ്മുടെ വയറ്റിന്റെ 1/3 തിന്നണം, 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ശ്വാസത്തിന് വേണ്ടി ഒഴിച്ചിടണമെന്നാണ്. പണ്ടൊരാൾ പറഞ്ഞല്ലോ കുറച്ച് എന്തെങ്കിലും കുറച്ച് ജാഗ ഉണ്ടാകും, ഇല്ല ജാഗില്ല, അല്ല ബെർലിട്ടിട്ട് നോക്ക് കുറച്ച് ജാഗ ഉണ്ടാകും. ഓൻ പറഞ്ഞല്ലേ ബെർലിടുന്ന എത്ര ജാഗ ഇടുന്ന ഞാൻ ഒരു മൈസൂർ വാക്കതൊന്നല്ല, ഞാൻ ബെർലിടാനും ജാഗയില്ല. ആ രൂപത്തിലല്ല ഭക്ഷണം. മുഅ്മിനിന്റെ ഭക്ഷണം 2 നേരമാണ്, ഒന്ന് രാവിലെ ഒന്ന് രാത്രി. 2 ശരിയായ ഭക്ഷണം. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്, നോമ്പുള്ള ആളുകൾക്ക് അത്താഴം, അല്ല നോമ്പുള്ള ആള് നോമ്പ് തുറക്കൽ, നോമ്പില്ലാത്ത ആളുകൾ വൈകുന്നേരം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ലെന്നാണ്. ഈ 2 ഭക്ഷണം ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഒന്ന് രാത്രിയുടെ ഭക്ഷണം, ഒന്ന് രാവിലത്തെ ഭക്ഷണം. ഉച്ചയുടെ നമ്മളെല്ലാരും പറയും ഉച്ചക്ക് നല്ലോണം തിന്നണം, മോന്തിക്ക് തിന്നില്ല, അത് ശരിയല്ല, ശരിയായ വശമല്ല. രാവിലെ കഴിക്കണം. രാവിലെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ അൾസർ വരും, ഗ്യാസ്ട്രിക് സംബന്ധമായ രോഗം വരും, ബുദ്ധിമുട്ട് വരും, തളർച്ച വരും, പെട്ടെന്ന് വാർദ്ധക്യം വരും, പെട്ടെന്ന് വയസ്സായ പോലെ ആരോഗ്യം നഷ്ടപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില വീട്ടിൽ നിന്ന് മക്കളൊക്കെ പെട്ടെന്ന് പടപടച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ പാടില്ല. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് വരെ കോട്ടം പറ്റാം. ടെൻഷനുകളും അമിതമായ ടെൻഷനിൽ വയറ്റിൽ ഫുഡില്ലാത്ത അവസ്ഥയിലാണ്. ടെൻഷൻ എടുക്കൽ മക്കള് എക്സാമിന് വളരെ വളരെ ബുദ്ധിമുട്ടും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഫുഡ് എടുക്കാതെയാണ് പോയതെങ്കിൽ ബുദ്ധിമുട്ടാണ്. തലകറക്കവും രോഗങ്ങളും. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അവർ വയറ് സംബന്ധമായ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാണ്. രാവിലത്തെ ഫുഡ് ആരോഗ്യത്തിന്റെ ഫുഡാണ്, രാത്രിയുടെയും ഫുഡ് ബറക്കത്തിന്റെ ഫുഡാണ്. അല്ലാതെ ഇബ്നു ഉമർ മുത്തബി സുന്നത്തുകളിലെല്ലാം കൊണ്ടു നടക്കുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ രാത്രിയുടെ ഭക്ഷണം മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പാണ്. നോമ്പില്ലാത്ത ദിവസം ബഹുമാനപ്പെട്ടവരുടെ ഭക്ഷണം നബി തങ്ങളും അങ്ങനെയാണ്. ഒന്നുകിൽ മഗ്‌രിബിന് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട്. രാത്രി കിടക്കുമ്പോ ഒരു പാത്രം, ഒരു ഗ്ലാസ് പാല്, ചിലപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ രാത്രി കിടക്കുമ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കും. ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം പാലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ പോലും അത് തന്നെയാണ് കൊടുക്കേണ്ടത്, പാലാണ്. വീട്ടിൽ പൊരകുടിന്റെ അന്ന് കാച്ചുന്നത് പാലാണ്. ചില ആൾക്ക് എന്തിന് പാല് കാച്ചുന്നു? ഹൈന്ദവ സംസ്കാരം അല്ല, ഒരു ഹൈന്ദവ സംസ്കാരവുമല്ല. ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം പാലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും നല്ല ഭക്ഷണമാണ് ഒരു വീട്ടിൽ ആദ്യമായിട്ട് ചൂടാക്കേണ്ടത്. വീട്ടിൽ പാല് ചൂടാക്കൽ ഹൈന്ദവ സംസ്കാരമല്ല. പാലാണ് ബറക്കത്തുള്ള ഭക്ഷണമാണ്. വന്നവർക്ക് ആദ്യം നബിയെ വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചതിന് റസൂലുള്ളാഹിന്റെ മറുപടി അല്ലബനു വത്തംറു, ഈത്തപ്പഴവും പാലും കൊടുക്കണേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പാല്, നാടൻ പാല് വളരെ ഹൈറാണ്, വളരെ നല്ലതാണ്. ഉമ്മയുടെ മുലപ്പാലാകുന്ന പൊന്നുമക്കൾക്ക് കൊടുക്കുന്ന പാല് ചൂടാറിയ പാലാണ്. തിളപ്പിച്ച പാലിനേക്കാളും മഹത്വമുള്ള ഹൗലൈനി കാമിലീൻ. ഖുർആൻ പറഞ്ഞ 2 കൊല്ലക്കാലം ഉമ്മമാർ കൊടുക്കേണ്ട മുലപ്പാല് വളരെ പുണ്യമുണ്ട്. ഇമാം ഷാഫിഈ തങ്ങളുടെ ഉമ്മ 2 കൊല്ലക്കാലം ഇമാം ഷാഫിഈ തങ്ങൾക്ക് മുലയൂട്ടിയിട്ട് വുളു എടുക്കാതെ ഒരൊറ്റ തവണയും മുലയൂട്ടിയിട്ടില്ല. അതാണ് ഇമാം ഷാഫിഈയുടെ ബുദ്ധിയുടെ രഹസ്യം. ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താനിന്റെ ഉമ്മ 2 കൊല്ലക്കാലം മുലപ്പാല് നൽകിയിട്ട് വുളു ഇല്ലാതെ ഹൈദർ അലിയുടെ ഭാര്യ ടിപ്പു സുൽത്താനിന്റെ ഉമ്മ ഒരൊറ്റ തവണയും ടിപ്പു സുൽത്താൻ മുലയൂട്ടിയിട്ടില്ല. ഹൈദർ
ഹൈദരലിയോട് വന്നിട്ട് ടിപ്പു സുൽത്താന്റെ മഹത്വം പറഞ്ഞപ്പോ ഹൈദരലി പറഞ്ഞ വാക്കെന്താണ്? എന്റെ മകൻ ഇത്രയല്ല, ഇതിനെ കാണും വലുതാകും. കാരണം അവന്റെ ഉമ്മ 2 കൊല്ലക്കാലം മലയൂട്ടിയിട്ട് ചെയ്തിട്ട് ഇരുന്നിട്ടല്ലാതെ എന്റെ പൊന്നു മോൻക്ക് മുലയൂട്ടിയിട്ടില്ല. ഉമ്മമാരെ മുലയൂട്ടുന്ന നേരം ഒന്നും ചെയ്തിട്ട് കഴുകിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ഇരുന്നു കൊണ്ടാണ് മുലയൂട്ടേണ്ടത്. കിടന്ന് മുലയൂട്ടരുത്, അപകടമാണ്, ബുദ്ധിമുട്ടാണ്. രാത്രികളിൽ പ്രത്യേകം സൂക്ഷിക്കണേ ഉമ്മമാരെ. മക്കൾക്ക് ഒരുപാട് മാറാവ്യാധി രോഗങ്ങൾ വരാൻ, ബുദ്ധികൂർമ്മത കുറയാൻ, പല ജാതി വിഷമങ്ങളിലെത്താൻ, ചിലപ്പോൾ തരിപ്പിൽ കയറി ജീവൻ വരെ നഷ്ടപ്പെടാൻ അവസരമാകും. കഴുകിയിട്ട് വിയർപ്പ് കഴുകിയിട്ട് ഉളു ചെയ്തിട്ട് മുലയൂട്ടിയാൽ ഈ മക്കൾ നല്ല മക്കളാകുന്നു, സാലിഹീങ്ങളാകുന്നു, അനുസരണയുള്ള മക്കളാകുന്നു. ബിസ്മി ചൊല്ലാതെ മുലയൂട്ടരുത്. അൽഹംദുലില്ലാഹ്, പിഞ്ചുമക്കൾ മുല കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. നല്ല നല്ല ഭക്ഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, രാവിലെ 7 അജ്വൈത്തപ്പഴം കഴിച്ചാൽ ലം യദുറഹു ദാലിക്കൽ യൗം സുമ്മും വലാ സിഹ്ർ. 7 അജ്വ കഴിച്ചാൽ സിഹ്ർ ഫലിക്കൂല, കണ്ണേറ് ഫലിക്കൂല, ബുദ്ധിമുട്ട് ഫലിക്കൂല, വിഷം കയറൂല. 7 അജ്വ കഴിക്കണം. അജ്വ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ രാവിലെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രാവിലെ ഈത്തപ്പഴം കഴിക്കണം. ഫഇന്നഹു യഖ്തുലുദ്ദൂദ്. മുസ്നദിൽ കാണാം, ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുകയാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്, കൃമികളെ കൊല്ലാൻ ഈത്തപ്പഴത്തിന് വല്ലാത്ത പവറുണ്ട്. കൃമി രോഗ സംബന്ധമായ കൃമികളൊക്കെ നശിച്ചു പോകാൻ, ആവശ്യമില്ലാത്ത കൃമികൾ നശിച്ചു പോകാൻ ഈത്തപ്പഴത്തിന് സാധ്യമുണ്ട്. അക്കുലുത്തംറി അമാനും മിനൽ കൂലഞ്ച്. അബൂനായി ഉദ്ധരിക്കുന്നതിൽ കാണാം, പൊന്നു മക്കൾക്ക് വരുന്ന ഒരു തരം വയറുവേദനയാണ് കൂലഞ്ച്. ചെറിയ മക്കളിൽ ഉണ്ടാകുന്ന വയറുവേദന, അത് വിട്ടുകടക്കാനുള്ള പരിഹാരമാണ് ഈത്തപ്പഴമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഈത്തപ്പഴെങ്കിൽ ഒന്ന് രാവിലെ എണീറ്റപാട് ഒരു ഈത്തപ്പഴം കൊടുക്കുക. നബി തങ്ങൾ രാവിലെ എണീറ്റപാട് കാരക്കയോ ഈത്തപ്പഴമോ വെള്ളത്തിലിട്ട് ചൂടാക്കി തിളപ്പിച്ച് അതിന്റെ വെള്ളം കുടിക്കുമായിരുന്നു. ഈത്തപ്പഴം നമ്മുടെ അമ്മായിയാണ്, അമ്മത്തുക്കുമങ്ങൾ അമ്മായിയാണ്. ഈത്തപ്പഴത്തെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞ റമളാനിലെ മുമ്പത്തെ റമളാനിലെ ക്ലാസ്സിന് പോയപ്പോ പെണ്ണുങ്ങള് പറഞ്ഞു, ഉസ്താദ് ഈത്തപ്പഴത്തിനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണോ? ബഹുമാനിക്കുന്നെങ്കിൽ എണ്ണലിട്ട് കാച്ചുന്നത് ശരിയല്ലല്ലേ? തമ്പുത്തർക്കത്ത് ഉണ്ടാക്കാൻ താള് ഈത്തപ്പഴം കാച്ചണ്ടെന്ന പെണ്ണുങ്ങളുണ്ടാ? പഠിച്ചോനൊരു താണുങ്ങുന്ന മുണ്ടുന്നില്ലല്ലോ, പേടിയാന്ന്. അതിന് പോയിട്ട് അവന് ചട്ടത്തിൽ കിട്ടും. ഇപ്പൊ എന്തെങ്കിലും ഇവിടെ അങ്ങനെ പറയലുണ്ടാ പെണ്ണുങ്ങ ഈത്തപ്പഴം കാച്ചാൻ പാടില്ല? കാച്ചലുണ്ടോ ഈത്തപ്പഴം? ഉണ്ടാ? ആ, ചില പെണ്ണുങ്ങൾ, വയസ്സുള്ള പെണ്ണുങ്ങളൊന്നും ഈത്തപ്പഴം കാച്ചാൻ സമ്മതിക്കൂല, ബഹുമാനിച്ചിട്ട്. ഈത്തപ്പഴത്തോടുള്ള അങ്ങനെയില്ല, അങ്ങനെ ബഹുമാനിച്ചിട്ട് തിന്നാൻ പാടില്ല, അത് കാഷ്ടായിട്ട് പോകുന്നില്ലേ? ബഹുമാനിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈത്തപ്പഴം കാച്ചി നിമിത്തങ്ങൾ എന്താകുമായിരുന്നു? ഈത്തപ്പഴം വെള്ളത്തിലിട്ട് ചൂടാക്കിയ അതിന്റെ തിളപ്പിച്ച വെള്ളം അത് കുടിക്കുമായിരുന്നു രാവിലെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്ത്രീകൾക്കുള്ള രക്തപ്പോക്ക്, ഹൈദ്, നിഫാസുകൾ ഇതെല്ലാം വളരെ കൃത്യമായി പോകാൻ, രക്തസഞ്ചാരമുണ്ടാകാൻ അബൂനഈം ഉദ്ധരിക്കുന്നതിൽ കാണാം, ഏറ്റവും നല്ല മരുന്നാണ് ഈ
ഈത്തപ്പഴം കഴിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പഴത്തിന്റെ ഫലം ഹീറ്റാണ്, ചൂടാണ്, ഉഷ്ണമാണ്. ഒരുപാട് നന്മകളുണ്ട്. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബീജക്കുറവ്, അണുകുറവ്, ഇതൊക്കെ പരിഹരിക്കാൻ ഈത്തപ്പഴം നല്ലതാണ്. ഈത്തപ്പഴം നാടൻ പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല ആരോഗ്യമാണ്. പുരുഷന്മാർ രാത്രിയാമങ്ങളിൽ കുടിക്കുന്നത് വളരെ ഹൈറാണ്, നല്ലതാണ്. ഈത്തപ്പഴം ആണിനും പെണ്ണിനും ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കുള്ള പരിഹാരമാണ്. ചില മൗലിദിന്റെ പൊരിലെല്ലാം പോയാൽ കാണാൻ ചില ഈത്തപ്പഴം, ചാണകം പോലത്തെ ഒരു ഈത്തപ്പഴം, ഒരു ഉണങ്ങിരക്ക് അപ്പുറം ഇപ്പുറം ഒട്ടിട്ട് മറ്റേ ഫാസ്റ്റ് കമ്മിട്ട പോലെ പിടിച്ചിട്ട് വലിക്കേണ്ടി വരുന്നില്ല. ജാമായിട്ട് വലിയ ബിരിയാണി ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ ഈത്തപ്പഴം അത്ര 10 രൂപന്റെ ഈത്തപ്പഴം, ആ പാക്കറ്റ് വേറെ ഈത്തപ്പഴം കിട്ടുന്നില്ല. ഞാൻ പുത്തൂർ ഷോപ്പറടിച്ച് നിങ്ങൾ വേറെ ഈത്തപ്പഴം വിൽക്കുന്നില്ലേ? അല്ല, ഈത്തപ്പഴം കേക്ക് തന്നെ ആ പാക്കറ്റ് ഉണ്ടാന്നേ കേൾക്കുന്നത്. വേറെ ഈത്തപ്പഴത്തിന് സബ്ജക്റ്റേ ഇല്ല അവർക്ക്. അതിന്റെ മെൽക്കിന്റെ പെണ്ണുകൾക്ക് മദ്യാപത്തിന് കുറച്ച് പഞ്ചാരം പേറി നടക്കുന്നു. ഇതിലിருந்து കിട്ടിയത് പഠിച്ചവർക്കറിയാം. ആ ഈത്തപ്പഴത്തിന് തന്നെ മനുഷ്യൻ തിന്നലല്ലേ, കൈ പിടിച്ചതിൽ കൈ പറ്റും. അതിന്റെ മുഴുക്ക് കുറച്ച് പഞ്ചാരയും പേറി കളക്കുന്നു. ഒന്ന് നല്ല ഈത്തപ്പഴം വെക്കണം, കുറച്ച് വൃത്തിയുള്ളത്. ഇല്ലെങ്കിൽ ഈത്തപ്പഴം വെക്കണ്ട. അല്ല, അത്ര കഷ്ടത്തിൽ വെച്ചില്ല. അങ്ങനെ ഒരു പഞ്ചസാര വെച്ചോ, അല്ലെങ്കിൽ കൽക്കണ്ടി വെച്ചോ, അല്ലെങ്കിൽ ഉള്ളത് വെച്ചോ, ഇല്ലെങ്കിൽ വെക്കണ്ട. എന്ത് വേണ്ട? ഒരു മോശമുള്ള ഏറ്റവും താണത് നമ്മളങ്ങനെയാണ്. നല്ലോണം ആ കഞ്ചൂസ് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്, എല്ലാം ചെയ്യും, അവസാനം ബടക്കാക്കും ചെയ്യും. ആ രൂപത്തിലാകരുത്. നല്ലതാണ്, ബറക്കത്തിന് വേണ്ടി വെക്കുന്ന ശീരണിയാണത്. അത് വളരെ നല്ലത് വെക്കണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്.